അല്ല, താങ്കൾ കൈരളിയുടെ റിപ്പോർട്ടറായ താങ്കൾ തന്നെ എന്റെ പത്രസമ്മേളനത്തിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കൺവെൻഷന്റെ ഉദ്ഘാടന വേദിയിൽ ഞാൻ നടത്തിയ പ്രസംഗം എന്താണ്? ഇതൊക്കെ തന്നെയല്ലേ പ്രസംഗിച്ച്? ഞങ്ങൾ അജണ്ട സെറ്റ് ചെയ്തത് അങ്ങനെയല്ലേ? മലപ്പുറം പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം മുഖ്യമന്ത്രി നടത്തിയ വർഗീയ പ്രീണനമാണ്. ഡൽഹിയിലിരിക്കുന്ന സംഘപരിവാർ ഏമാനന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംഘപരിവാർ അജണ്ടയായ മലപ്പുറം വിരോധം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി കത്തിപ്പടർത്തിയത്. എന്നിട്ട് പറഞ്ഞു മലപ്പുറം ഒരു ഡസൻ പ്രസ്താവന. ഇപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന വിജയരാഘവന്റെ ഇല്ലേ, ഈ പ്രിയങ്ക ഗാന്ധി ജയിച്ചപ്പോ വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും വോട്ടുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് എന്ന് പ്രസ്താവന കൊടുത്ത ആളല്ലേ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. 95,000 പേരാണ് നിലമ്പൂർ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തത്. 29,000 പേരാണ് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. ആ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തത് ഈ മലപ്പുറത്തെ ഈ നിലമ്പൂരിൽ അവരെല്ലാം തീവ്രവാദികളാണോ? നിങ്ങൾ പറഞ്ഞ കാര്യം സമയമാകുമ്പോൾ ഓർക്കും, സമയമാകുമ്പോൾ പറയും, ഓർമ്മിപ്പിക്കും. അതിന്റെ ജോലിയാണ് ഞങ്ങൾക്കുള്ളത്. എത്ര ഒരു വർഷമായി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ വർഗീയ പ്രീണന നയം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുക. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തായിരുന്നു? CAA പാലസ്തീൻ. ആ CAA പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾ ഇപ്പോഴും കോടതി കയറി ഇറങ്ങി നടക്കുക. കേസ് പിൻവലിച്ചോ? പിൻവലിക്കാമെന്ന് ഉറപ്പ് കൊടുത്താൽ ചെയ്തില്ല. ചെയ്താൽ മറ്റവർക്ക് വിഷമവും. അവർക്ക് ഡൽഹിയിലിരിക്കുന്ന ഏമാനന്മാർക്ക് വിഷമവും. അവരെ പേടിച്ചാണ് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കസ്റ്റഡിയിലിരിക്കുന്നു. പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ചിരിക്കുക. എന്നിട്ട് അവര് പറയുന്ന അതേ അജണ്ട ഇവിടെ ഒന്ന് പറയാണ്. ജമാഅത്ത് ഇസ്ലാമിയെ ഒക്കെ തോളിൽ വെച്ചുകൊണ്ട് നടന്ന ആള് PDP തീവ്രവാദിയാണ്, മദനിയെ പിടിച്ചുകൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്നിട്ട് പറയാണ് ഇവിടുത്തെ സ്റ്റേജിൽ നിന്ന് പറയാ ഒരു വർഗീയവാദിയുടെ വേണ്ടത്. ആ സ്വാമി ഏതാ? ആ സ്വാമി തിരുവനന്തപുരത്ത് ഒരു സ്വാമി ഉണ്ടല്ലോ, അയാളുടെ പൂർവാശ്രമം നിങ്ങളൊന്ന് പോയി അന്വേഷിക്കും. ഞാൻ പറയുന്നില്ലേ, ഞാൻ വ്യക്തികളെ കുറിച്ചൊന്നും പറയാറില്ല. ആ സ്വാമിയുടെ പൂർവാശ്രമം ഒന്ന് അന്വേഷിക്കും നിങ്ങൾ. ആ സ്വാമി പിന്തുണ കൊടുത്തിരിക്കുകയാണ് LDFന്. ആ സ്വാമി CPM നേതാക്കന്മാരുമായി ചർച്ച ചെയ്യുന്ന പടം ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ. എന്നിട്ട് ആ സ്വാമിയുടെ പിന്തുണയുണ്ട്, PDPയുടെ പിന്തുണയില്ല. എന്നിട്ട് നിലമ്പൂരിലെ സ്റ്റേജിൽ കയറി പറയാം വർഗീയവാദികളുടെ വോട്ട് വേണ്ട. അതായത് CPMന്റെ കൂടെ ആര് നിന്നാലും മതേതരവാദികൾ, അവരെ എതിർത്താൽ വർഗീയവാദികൾ. ഞാൻ പറഞ്ഞല്ലോ, അത് കയ്യിൽ വെച്ചാൽ മതി. അതല്ല, ആ അധ്യായം ക്ലോസ് ചെയ്താണ്. ഞങ്ങൾ അവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ അവരുടെ അടുത്ത്. അല്ലല്ല, പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ, അത് മതി.